സംഘപരിവാറിനെ സംബന്ധിച്ചോളം കേരളം എന്ന് പറയുന്നത് എന്നും അവർക്ക് വലിയ വിദ്വേഷം തോന്നുന്ന അല്ലെങ്കിൽ വെറുപ്പ് തോന്നുന്ന അല്ലെങ്കിൽ പുച്ഛം തോന്നുന്ന ഒരു സംസ്ഥാനമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സംഘപരിവാർ കേരളത്തെ ഇത്രയധികം ഭയപ്പെടുന്നതും വെറുക്കുന്നതെന്ന് കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഉത്തരമെന്ന് പറയുന്നത് അല്ലെങ്കിൽ കാരണമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ സവിശേഷമായ ഇടത് സ്വഭാവം തന്നെയാണ്. ഇവിടെ ഇടത് സ്വഭാവം എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെയോ എന്നതിലെല്ലാം ഉപരി നമ്മുടെ നാട് കാത്തുസൂക്ഷിക്കുന്ന ജനാധിപത്യ മതേതര വിശ്വാസവും ബോധവുമാണ്. മതനിരപേക്ഷ വിശ്വാസങ്ങൾ മുറുകെ പിടിക്കുന്ന മനുഷ്യരാണ് കേരളത്തിൽ എന്നും ഉണ്ടായിട്ടുള്ളത്. അവർ മതത്തിനതീതമായി സാഹോദര്യത്തിനും സമത്വത്തിനും സ്വതന്ത്ര ചിന്തകൾക്കുമൊക്കെ ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്നവർ കൂടിയാണ്. ഇത്തരം മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു നാടെന്ന നിലയിൽ കേരളത്തെ ഉത്തരേന്ത്യൻ മോഡലായി വർഗീയവൽക്കരിച്ച് കളം പിടിക്കാൻ സംഘപരിവാറിന് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. അതുകൊണ്ടാണ് അവർക്കെപ്പോഴും കേരളത്തോട് വെറുപ്പും വിദ്വേഷവും ഉണ്ടാകുന്നത്. നമുക്കറിയാം, സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള നിരവധി സംഘടനകൾ കേരളത്തിലുണ്ട്. ബജ്രംഗ് ദൾ, VSP, പിന്നെ കുരങ്ങ് സേന, ശ്രീരാമസേന, ഹനുമാൻ സേന എന്നൊക്കെ പറയുന്ന കുറേ സേനക്കാരൊക്കെ വേറെയുമുണ്ട്. ഇവരുടെയൊക്കെ ചെറിയ ചെറിയ യൂണിറ്റുകൾ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. പക്ഷേ അവർക്കൊക്കെ എത്ര പരിശ്രമിച്ചിട്ടും എത്ര തന്നെ ശ്രമിച്ചിട്ടും കേരളത്തെ ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിൻ്റെ മോഡലിലേക്ക് മാറ്റിമറിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെ അർത്ഥം അവരിവിടെ ശ്രമിക്കുന്നില്ല എന്നല്ല, അവരവിടെ നിരവധി തവണ അല്ലെങ്കിൽ മാക്സിമം അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കേരളത്തെ ഒരു വർഗീയ വിഷഭൂമിയാക്കി മാറ്റാൻ വേണ്ടി കഴിഞ്ഞ 10 വർഷത്തിലധികമായി കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ നാടിൻ്റെ ഐക്യം തകർക്കാൻ അവർ പല രൂപത്തിലും പല ഭാവത്തിലും വരികയാണ്. പക്ഷേ നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ ബോധവും നമ്മുടെ ജനങ്ങളുടെ മതേതര ചിന്താഗതിയും ഇത്തരം വൃക്ഷവൃക്ഷങ്ങളെ നമ്മുടെ മണ്ണിൽ അടുപ്പിക്കില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിക്കുക തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഉറപ്പിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഇത്തരം വിഷജന്തുക്കളെ അല്ലെങ്കിൽ ഇത്തരം വിഷവൃക്ഷങ്ങളെയൊന്നും നമ്മുടെ മണ്ണിൽ, കേരള മണ്ണിൽ അടുപ്പിക്കാതെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്നും ഇന്നലെയോ തുടങ്ങിയൊന്നുമല്ല, അത് കേരളത്തിൻ്റെ കാലങ്ങളായുള്ള പാരമ്പര്യം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേരള സ്റ്റോറി 2 പോലെയുള്ള നാണം കെട്ട വൃത്തികെട്ട സിനിമ എന്ന പേരിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന അല്ലെങ്കിൽ കാണിച്ചു കൂട്ടുന്ന സാധനങ്ങളൊക്കെ ഉള്ളൊരു മലയാളി കാല് മടക്കി തുഴയ്ക്കുന്നത്, അല്ലെങ്കിൽ അത്തരമൊരു സിനിമയെ മലയാളി പുറം കാലുകൊണ്ട് തൊഴിക്കുന്നത്. ഈ കേരള സ്റ്റോറി 2 എന്ന ചിത്രം സംഘപരിവാർ പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ള സിനിമയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ചിലപ്പോൾ അങ്ങനെയല്ല എന്ന് ആരെങ്കിലും വാദിച്ചേക്കാം. പക്ഷേ സാധാരണ ഒരു ജനത്തിൻ്റെ അല്ലെങ്കിൽ സാധാരണ ഒരാളുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് തികഞ്ഞ സംഘപരിവാർ പ്രൊപ്പഗണ്ടയുടെ ഭാഗം തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അതിനുള്ള കൃത്യമായ കാരണവും നമുക്ക് മുന്നിൽ തന്നെയുണ്ട്. കേരളത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേരളത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളം പോലെ ഒരു മോശം അവസ്ഥ നിങ്ങളുടെ നാടിന് ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്നാണ് സംഘപരിവാറുകാർ പലപ്പോഴും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രചരണം നടത്തുന്നത്. നമുക്ക് ഓർമ്മയുണ്ടാകും, യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത് UP കേരളമാകാതിരിക്കാൻ എനിക്ക് വോട്ട് ചെയ്യൂ, അല്ലെങ്കിൽ UP കേരളമാക്കാതിരിക്കാൻ എനിക്ക് വോട്ട് ചെയ്യൂ എന്നുള്ളതാണ്. അതായത് കേരളം എന്നത് അത്ര മോശം സ്ഥലമാണെന്ന് അവർ ഉത്തരേന്ത്യയിൽ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു അല്ലെങ്കിൽ പറഞ്ഞ് ഫലിപ്പിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ സംഘപരിവാറിൻ്റെ തീവ്ര ഹിന്ദുത്വ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ കേരളം പോലൊരു സംസ്ഥാനം ഇങ്ങനെ നിലനിന്നാൽ അവർക്ക് സാധിക്കില്ല, അവർക്ക് പറ്റില്ല. അതിന് വർഗീയ അജണ്ടകൾ ചർച്ച ചെയ്യുന്ന, എല്ലാ കാര്യത്തിലും മതവും വർഗീയതയും മാത്രം കാണുന്ന ഒരു രീതിയിലേക്ക് ഒരു സമൂഹത്തെ മാറ്റിയേ പറ്റൂ എന്നുള്ളത് സംഘപരിവാറിനും സംഘപരിവാർ അനുകൂലികൾക്കും നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ കേരള സ്റ്റോറി 2 പോലെയുള്ള അല്ലെങ്കിൽ കേരള സ്റ്റോറിയും കേരള സ്റ്റോറി 2 പോലെയുമുള്ള പ്രോപ്പഗണ്ട സിനിമകൾ വീണ്ടും വീണ്ടും നിർമ്മിച്ചു കൊണ്ടേയിരിക്കുന്നത്, വിതരണം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. പച്ചക്കള്ളങ്ങൾ നിർത്തി കേരളത്തെ അപമാനിക്കുക എന്ന് പറയുന്നത് അവരുടെ സ്ഥിരം പരിപാടിയായി മാറിക്കഴിയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ കേരള സ്റ്റോറി 2 വരുന്നത് ഒരു വല്ലാത്ത സമയത്താണ്. എന്താണ് ആ സമയമെന്ന് ചോദിച്ചാൽ, കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇനി ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ ഇത്തരം സിനിമകൾ ഇറക്കുന്നതിലൂടെ BJP വലിയ ചില ലക്ഷ്യങ്ങൾ കൂടി കാണുന്നുണ്ട്. കേരളത്തെ രാജ്യത്തിന് മുന്നിലും ലോകത്തിന് മുന്നിലും അത്രയും മോശമായി ചിത്രീകരിക്കുക, മലയാളികൾ മുഴുവൻ ഈ വിധത്തിൽ വൃത്തികെട്ടന്മാരാണെന്ന് പറഞ്ഞു വെക്കുക എന്നതാണ് ഈ സിനിമയുടെ പ്രധാന ഉള്ളടക്കം എന്ന് പറയുന്നത്. കേരള സ്റ്റോറി 2 എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ കഥ എന്നാണല്ലോ പ്രധാനമായി അർത്ഥം വരുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ യഥാർത്ഥ കഥ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് മലയാളികൾ കാലുമടക്കി തൊഴിക്കുന്ന വർഗീയതയും വിദ്വേഷമൊക്കെയാണ് കേരളത്തിൻ്റെ അവസ്ഥ എന്നവർ വരുത്തി തീർക്കുകയും ചെയ്യുന്നുണ്ട്. ഉത്തരേന്ത്യയിലെ ചില ആളുകൾക്കിത് വിശ്വസിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്യും. കാരണം അവരൊക്കെ സാധാരണക്കാരാണ്. അവരെ സംബന്ധിച്ചോളം പെട്ടെന്ന് ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുമാണ്. എല്ലാ ഉത്തരേന്ത്യക്കാരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. ഇവിടെ ഉത്തരേന്ത്യയിൽ ഇതൊക്കെ കണ്ണടച്ച് വിശ്വസിക്കുന്ന കുറേ മണ്ടന്മാരുമുണ്ടെന്ന് കൂടി മനസ്സിലാക്കണം. അവരെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരിത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. സത്യത്തിൽ സാധാരണഗതിയിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ ChatGPT, ജെമിനി പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ ഒന്ന് നോക്കിയാൽ തന്നെ ഇന്ത്യയിലുള്ള ഏത് വ്യക്തിക്കും ലോകത്തുള്ള ആർക്കും എന്താണ് കേരളമെന്ന് വളരെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ വിരൽ തുമ്പിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. കേരളത്തെക്കുറിച്ച് നിരവധി വീഡിയോകൾ നിലവിലുമുണ്ട്. വിദേശത്തു നിന്ന് വന്ന വിനോദസഞ്ചാരികളടക്കം കേരളത്തിലെ മഹനീയമായിട്ടുള്ള മതനിരപേക്ഷതയെക്കുറിച്ച്
സംസാരിക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ സുലഭമായി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അവർ കേരളത്തിലെ കായൽ ഭംഗിയെക്കുറിച്ചും മനുഷ്യരുടെ സ്നേഹത്തെക്കുറിച്ചും വാദോരാതെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം ഇസ്ലാമിക തീവ്രവാദികളാൽ നിറഞ്ഞ ഒരിടമാണോ എന്ന് ഹിന്ദുക്കൾക്കിവിടെ രക്ഷയില്ല എന്നോ ആർക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിവരമുള്ളവർ അവരുടെ മുഖമടച്ചു പൊളിക്കുന്ന കാര്യമുണ്ട്, അല്ലെങ്കിൽ മുഖം അടിച്ചു പൊളിക്കുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ടാണ് അവർ സിനിമയിൽ അതിവൈകാരികമായ രംഗങ്ങളെല്ലാം കുത്തി നിറയ്ക്കുന്നത്. ഒരു യുവതിയുടെ വായിലേക്ക് നിർബന്ധിച്ച് ബീഫൊക്കെ കുത്തിക്കയറുന്ന ഒരു ട്രെയിലറൊക്കെ ഉണ്ടാക്കി വെച്ച് ഇത് കേരളത്തിൻ്റെ കഥയാണെന്ന് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇതിനെ മലയാളികൾ വെറുതെ വിട്ടിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ മലയാളികൾ ഈ സിനിമയെ അറഞ്ചം പുറഞ്ഞം ട്രോളുന്ന സാഹചര്യമാണുള്ളത്. കേരള സ്റ്റോറി 2 ഉണ്ടാക്കിയവന്മാർക്ക് ഈ മലയാളികളുടെ മറുപടി കണ്ടാൽ ചിലപ്പോൾ ആത്മാഭിമാനം ബാക്കിയുണ്ടെങ്കിൽ തൂങ്ങിച്ചാൻ വരെ തോന്നുന്ന സാഹചര്യം ഉണ്ടാകും. അമ്മാതിരി ട്രോളുകളാണ്, കൗണ്ടർ വീഡിയോകളും നിരത്തിക്കൊണ്ടാണ് കേരളം ഒറ്റക്കെട്ടായി ഇതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കേരളത്തിൻ്റെ കഥയല്ല, ഇതൊക്കെ എടുത്തോണ്ട് പോടാ എന്ന് ഓരോ മലയാളിയും ഉറക്കെ പറയുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഇന്നിതായിപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ അടക്കം ഈ സിനിമ ഞാൻ കാണുകയുമില്ല, എനിക്ക് അതിനോട് താല്പര്യമില്ല, താല്പര്യമുള്ളവർക്ക് കാണാം, അല്ലാത്തവർക്ക് കാണാതിരിക്കാം എന്ന രീതിയിലൊക്കെ ഒരു അഴകുഴമ്പം ന്യായീകരണം നടത്തിയിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. കേരള സ്റ്റോറിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇല്ല, ഞാൻ കാണാനും പോകുന്നില്ല, എനിക്ക് കാണാൻ താല്പര്യമില്ല. കാണുന്നവര് കാണുക, കാണാൻ താല്പര്യമില്ലെങ്കിൽ കാണണ്ട. നോക്കൂ, ഞാൻ ഇതിനെ കുറിച്ച് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ചോദിക്കുന്ന മുമ്പ് ഞാൻ കേരള സ്റ്റോറി പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ ചോദിക്കും. ഈ നാട്ടിലെ, ഈ ഇന്ത്യയിലെ ആർട്ടിക്കിൾ 90 എന്ന് പറഞ്ഞ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ടു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മളെല്ലാം വായിച്ചു പഠിച്ചതാണ്. അത് വട്ടാണോ അല്ലെങ്കിലും ആ ആർട്ടിക്കിൾ അപ്ലൈ ചെയ്യും. മൂവി ഉണ്ടാക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അത് ഇല്ലീഗൽ ആണെങ്കിൽ കോർട്ട് അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യും. പക്ഷെ മൂവി, ഒരു ചിത്രം ഉണ്ടാക്കാൻ അവകാശം എല്ലാവർക്കും ഉണ്ട്. കാണണ്ടെങ്കിൽ കാണണ്ട, കാണണമെങ്കിൽ കാണണം. എമ്പുരാൻ റിലീസ് ചെയ്തപ്പോ ഞാൻ എന്താ പറഞ്ഞു, എനിക്ക് കാണാൻ താല്പര്യമില്ല, ഞാൻ കാണുന്നില്ല. പക്ഷെ മൂവി റിലീസ് ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളത് പറഞ്ഞല്ലോ. ഓക്കെ, എന്തോ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ കാണാൻ പോകുന്നില്ല, കാണാൻ പോകുന്നില്ല. എനിക്ക് ദുരന്തർ നല്ല പിക്ചറാണ്, ഞാൻ ദുരന്തർ കാണാൻ താല്പര്യം 2 തവണ കണ്ടിട്ടില്ല. ഇവിടെ ഏറ്റവും വലിയ കുഴപ്പത്തിലാവുന്നത് കേരളത്തിലെ BJP നേതാക്കളാണ്. കാരണം BJPയുടെ ഉത്തരേന്ത്യ ലോബി ഇതിനെ വല്ലാതെ പിന്തുണയ്ക്കുന്നത്. ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ സംഘപരിവാറിന് വേണ്ടി പണിയെടുക്കുന്ന ഐഡികൾ ഈ ട്രെയിലർ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ BJP നേതാക്കൾ ഇക്കാര്യത്തിൽ വായ തുറക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കാരണം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് സിനിമയെ പിന്തുണച്ചാൽ അത് കേരളത്തിലെ പൊതുസമൂഹത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. രാജീവ് ചന്ദ്രശേഖരന്റെ വാർത്താ സമ്മേളനം നടന്നത് തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സാധാരണഗതിയിൽ സർക്കാരിനെ, മുഖ്യമന്ത്രിയൊക്കെ വെല്ലുവിളിക്കുന്ന അദ്ദേഹം കേരള സ്റ്റോറി 2 കുറിച്ച് ചോദിച്ചപ്പോൾ വല്ലാതെ വിയർക്കുന്ന സാഹചര്യം ഉണ്ടായി. അത്രയും മോശമായൊരു നട്ടലില്ലാത്തവന്റെ നിലപാടാണ് അദ്ദേഹം അവിടെ എടുത്തുള്ളത്. അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിൻ്റെ യാതൊരു പ്രിവിലേജും അവിടെ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അവിടെ സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടോ, വേണ്ടെങ്കിൽ കാണണ്ട എന്ന് പറയുന്നതിലൂടെ അദ്ദേഹം എവിടെയും തൊടാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു അഴകുഴമ്പ രീതിയിലേക്കാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ അവഹേളിക്കുന്നതായിട്ടാണോ ഈ സിനിമ എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ പോലും BJPയുടെ ഈ സംസ്ഥാന അധ്യക്ഷന് ചങ്കുറ്റമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. എന്തൊരു ഗതികെട്ട അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ആലോചിച്ച് നോക്കിയേ. കേരളത്തെ നശിപ്പിച്ച് കാണിക്കുന്ന ഒരു സിനിമയോട് ഒരു മലയാളി എന്ന നിലയിൽ പോലും പ്രതികരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ കാര്യം. അതുപോലെ തന്നെയാണ് KP ശശികലയുടെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. MSFന്റെ നിലപാട് കണ്ടിട്ട് എന്ത് പറയണമെന്നറിയാതെ അവർ അന്തം വിട്ട് നിൽക്കുന്ന സാഹചര്യമുണ്ട്. MSFനെ അഭിനന്ദിക്കുന്നതിനൊപ്പം തന്നെ മുസ്ലിങ്ങളെ കുറ്റം പറയാനും അവർ മറക്കുന്നുമില്ല. കേരള സ്റ്റോറി കേരളത്തിൻ്റെ കഥയാണെന്ന് അവർ ഉറപ്പിച്ച് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചേ. കേരളത്തിൽ ആരെങ്കിലും നിർബന്ധിച്ച് വായിൽ ബീഫ് കുത്തിക്കയറ്റുന്നുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ശശികലയ്ക്ക് മറുപടി ഇല്ലാതാവുകയും ചെയ്യും. കാരണം മറുഭാഗത്ത് SF പോലുള്ള സംഘടനകൾ ബീഫ് നടത്തിക്കൊണ്ട് സംഘപരിവാറിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബീഫ് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലെന്നും അത് ഞങ്ങളുടെ ഭക്ഷണ സ്വാതന്ത്ര്യമാണെന്നും അവർ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ബീഫ് ഞങ്ങളുടെ ദേശീയ ഭക്ഷണമാണെന്ന രീതിയിൽ മലയാളികൾ അത് ആഘോഷമാക്കി മാറ്റുമ്പോൾ കേരള സ്റ്റോറി 2 ഉണ്ടാക്കിയവർ ശരിക്കും ഞെട്ടിയിട്ടുമുണ്ടാകണം. കാരണം ചുരുക്കത്തിൽ കേരള സ്റ്റോറി 2 എന്ന സിനിമ കൊണ്ട് കേരളത്തെ ഒറ്റപ്പെടുത്താൻ സംഘപരിവാർ ശ്രമിച്ചപ്പോൾ അത് ശരിക്കും കൊണ്ടത് BJPയുടെ നേതൃത്വത്തിന് തന്നെയാണ്, അതും കേരള നേതൃത്വത്തിന് തന്നെയാണ്. കേരളം ഒറ്റക്കെട്ടായി ഈ പ്രോപ്പഗണ്ടയെ പ്രതിരോധിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കൾ ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്.
കേരളത്തെ തകർക്കാൻ നോക്കുന്നവർക്ക് നമ്മുടെ നാട് നൽകുന്ന ശക്തമായൊരു മറുപടി കൂടിയാണത്. ഒരു കേരള സ്റ്റോറിയല്ല, ഇനി 10 കേരള സ്റ്റോറി വന്നാലും കേരളത്തിൻ്റെ ജനാധിപത്യ മതനിരപേക്ഷത എന്നും അതുപോലെ തന്നെ നിലനിൽക്കുമെന്ന കാര്യത്തിൽ ഒരു മലയാളിയായ എനിക്കോ ഒരു കേരളീയനായ എനിക്കോ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനായ എനിക്കോ യാതൊരു തർക്കവുമില്ല, യാതൊരു സംശയവുമില്ല. അത് തന്നെയാണ് കേരളത്തിലെ ഓരോ ജനങ്ങളും ആവർത്തിച്ച് അടിയുറച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.